രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തവരാണ് വോട്ട് ചെയ്യാത്തത്. കുഴപ്പമില്ല, വോട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. വോട്ട് ചെയ്തിട്ട് വേണ്ടി മാറ്റം കൊണ്ടുവരാൻ താല്പര്യമില്ല അതിന്. ആരോടാണ് താല്പര്യം? എന്താ ഉറപ്പുള്ളത്? അല്ല, ഇത്രയും വോട്ട് കാലം മാറ്റം വന്നോ? ഒരു മാറ്റം. പക്ഷേ ഒറ്റ ചോദ്യം, ഈ വോട്ട് ചെയ്യാതിരുന്ന മാറ്റം വരുമോ? വന്നാലോ? വോട്ടിടുക ഇടാതിരിക്കുക എന്തൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണെന്നൊക്കെ പറയാം. എങ്കിലും ഇവിടെ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്നത് നമ്മുടെ ഒരു അവകാശത്തെ കൂടിയാണ്. പക്ഷേ ഈ വീഡിയോയിലുള്ള രണ്ടുപേരും വോട്ടിടാതിരിക്കാനുള്ള വ്യക്തമായ കാരണവും പറയുന്നുണ്ട്. മാറ്റം വരുന്നില്ല. അതായത് ഞങ്ങൾ വോട്ടിട്ടാലും വോട്ടിട്ടില്ലെങ്കിലും ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നിങ്ങളൊരു ദിവസം ശരി ഞാനിന്ന് വോട്ടിടാം, വോട്ടിട്ടെല്ലാം മാറട്ടെ എന്ന് പറഞ്ഞ് പോയി വോട്ടിട്ടാൽ എല്ലാം മാറാൻ ഇത് സിനിമയല്ല സുഹൃത്തുക്കളെ. നിങ്ങളിന്നൊരാളിന്ന് മാറി ചിന്തിച്ചു, നിങ്ങളിന്ന് നാളെ 10 പേരാകും, പിന്നെ 100 പേരാകും, പിന്നെ അത് ലക്ഷമാകും. ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നത്. ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് പോലെ ഇൻസ്റ്റന്റ് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഇന്ന് പബ്ലിക്ലി ഇത് വേണ്ട എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളെപ്പോലെ നാളെ 100 പേർ ചിന്തിക്കും. അങ്ങനെ ആയാൽ ഭാവിയിലും ഒന്നും മാറാനൊന്നും പോകുന്നില്ല. മനുഷ്യന് അവന്റെ നിലനിൽപ്പാണ് പ്രധാനം. അതിപ്പോ ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും ഈ നിലനിൽപ്പ് ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാറി ചിന്തിക്കാൻ മനുഷ്യൻ നിർബന്ധിതരാകും. അവർ മാറി ചിന്തിക്കുകയും ചെയ്യും. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയുകയും ചെയ്യാം. ഒരു വലിയ അരാഷ്ട്രീയ സമൂഹം നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നു വരുന്നുണ്ട്. അരാഷ്ട്രീയത കൊണ്ട് ഇവിടെ ഒരു ചേഞ്ചും ഉണ്ടാകാനും പോകുന്നില്ല. നമ്മളൊന്ന് ട്രൈ പോലും ചെയ്യാതെ ഇവിടെ മാറ്റം വരുന്നില്ല എന്ന ദുഃഖം പിന്നീട് രേഖപ്പെടുത്തിയിട്ടും ഒരു ഉപയോഗവും ഇല്ല. ഒരു ഹിന്ദി സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, कोई भी देश परफेक्ट नहीं होता, उसे परफेक्ट बनाना पड़ता है. ഈ സംഭവത്തിൽ എനിക്കും പറയാനുള്ളത്